തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജിലെ വ്യാജ അഡ്മിഷൻ തട്ടിപ്പ് കേസിൽ തനൂജ ഒന്നാം പ്രതിയായി വെള്ളറട പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ, CSI മെഡിക്കൽ കോളേജ് ഡയറക്ടർ, വില്ലേജ് ഓഫീസർ, തഹസിൽദാർ ഉൾപ്പെടെ 10 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, തിരുവനന്തപുരത്തെ കാരക്കോണം മെഡിക്കൽ കോളേജിലാണ് വ്യാജ അഡ്മിഷന് വേണ്ടി NRI അക്കൗണ്ടിൽ വ്യാജ അഡ്മിഷൻ നടത്തുവാൻ ശ്രമിച്ചത്. തനൂജ എന്ന പെൺകുട്ടിയാണ് ഇത്തരത്തിൽ അഡ്മിഷന് ശ്രമിച്ചത്. അതായത് മാതാവിൻ്റെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയുടെ പേര് നൽകിക്കൊണ്ട് ആണ് ഈ തട്ടിപ്പിന് ശ്രമം നടത്തിയത്. 2021-22 കാലത്തെ MBBS വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ MBBS അഡ്മിഷന് ശ്രമിക്കുന്നതിനിടയിലാണ് ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള തട്ടിപ്പ് നടത്തിയത്. വില്ലേജ് ഓഫീസർ അടക്കം ഇതിന് കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ജഗതി സ്വദേശിയാണ് ഈ തനൂജ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തനൂജയാണ് ഈ MBBSന് വേണ്ടി കാരക്കോണം മെഡിക്കൽ കോളേജിൽ CSI മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയാണ് NRI എന്ന പേരിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതായത് തനൂജയുടെ അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയുടെ പേര് ചേർത്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത്. അമ്മ മഞ്ജു എന്നാണ് അമ്മയുടെ പേര്. എന്നാൽ ആ അമ്മയെ മാറ്റിക്കൊണ്ട് അതോടൊപ്പം തന്നെ പിതാവിനെയും മാറ്റിക്കൊണ്ട് മറ്റൊരാളുടെ പേർ അവിടേക്ക് എഴുതി ചേർക്കുകയും ഒരു സിനി BJ എന്ന ഒരു സ്ത്രീയുടെ പേര് അവിടേക്ക് എഴുതി ചേർക്കുകയും ഇങ്ങനെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. സിനിയുടെ സഹോദരി മിനി കഴിഞ്ഞ 12 കൊല്ലമായി കാനഡയിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. ആ ഒരു ആനുകൂല്യത്തിൻ്റെ പുറത്താണ് ഈ സിനിയുടെ പേരിൽ മാതാവിൻ്റെ സ്ഥാനത്ത് എഴുതി ചേർക്കുകയും അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. തുടർന്ന് ഇത് അന്വേഷിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പരാതി നൽകുകയും ചെയ്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളറട പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലാണ് 10 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. അതായത് കോളേജിൻ്റെ പ്രിൻസിപ്പൽ, CSI കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ അടക്കമുള്ളവർക്കെതിരെ, അതോടൊപ്പം മാനേജ്മെൻറ്റ് അടക്കമുള്ളവർക്കെതിരെ, തഹസിൽദാർ, അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസിലെ പരാതിക്കാരനായ VT മോഹനൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VT മോഹനൻ, ഈ NRI കോട്ടയിൽ അഡ്മിഷൻ നേടിയ തനൂജ ഇത് ശ്രദ്ധയിൽപ്പെട്ടത് എങ്ങനെയാണ്? ഇപ്പോൾ നിലവിൽ അവർക്കെതിരെ വെള്ളറട പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എങ്ങനെയാണ്? ഇത് പരാതി നൽകിയത് എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു? 2021-22 കാലഘട്ടത്തിൽ കാരക്കോണം CSI മെഡിക്കൽ കോളേജിൽ NRI കോട്ടയിൽ അഡ്മിഷൻ എടുത്തു. 2019 മുതൽ കേൾക്കാമോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. 2019 നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിയമം അനുസരിച്ച് NRI സ്റ്റാറ്റസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളിൽ NRI സ്റ്റാറ്റസ് ഉള്ളതായിരിക്കണം. അങ്ങനെ ഈ തനൂജയുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് മഞ്ജുവും ഷിജുവുമായിരുന്നു. ഈ NRI സ്റ്റാറ്റസ് കിട്ടാൻ അന്നത്തെ തലക്കാട് വില്ലേജ് ഓഫീസറെ സ്വാധീനിച്ച് ഈ തനൂജ എന്ന കുട്ടി NRI സ്റ്റാറ്റസ് കിട്ടാൻ അമ്മയുടെ പേര് മഞ്ജുവിനെ മാറ്റി അവിടെ സിനി എന്നാക്കി. സിനിയുടെ സഹോദരി മിനി BJ 12 വർഷമായി കാനഡയിലാണ്. ആ കാനഡയിൽ ഇരിക്കുന്ന ആ ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ഈ വില്ലേജ് ഓഫീസറെ സ്വാധീനിച്ച് വാങ്ങിച്ച് ആണ് എൻട്രൻസ് കമ്മീഷൻ ഓഫീസറെയും കാരക്കോണം മെഡിക്കൽ കോളേജിനെയും അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയെയും പറ്റിച്ചാണ് സ്വന്തം അമ്മയെ മാറ്റി അഡ്മിഷൻ വാങ്ങിച്ചു. ഞാനിത് അറിഞ്ഞതുകൊണ്ട് ഞാൻ വിവരാവകാശം വഴി എല്ലാ പേപ്പറും എടുത്തുകൊണ്ട് ഞാൻ ആദ്യം മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. അത് അവർ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പേട്ട യൂണിറ്റിന് വിട്ടപ്പോൾ അവർ കറക്റ്റ് അന്വേഷിച്ച് കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് കാരക്കോണം മെഡിക്കൽ കോളേജിലാണ് 2003. അതിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഞാൻ ഈ കുന്നത്തൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വിവരാവകാശം വഴി എടുത്തു. ആ വിവരാവകാശം എടുക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും മഞ്ജുവും ഷിജുവും എന്ന് അറിയുന്നത്. അത് ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു വർഷം മുമ്പ് വെള്ളറട പോലീസ് സ്റ്റേഷനിലും തിരുവനന്തപുരം റൂറൽ SPക്കും ഈ പരാതി വിശദമായി എല്ലാ റെക്കോർഡോടും കൂടി ഞാൻ പരാതി നൽകുന്നു. ഇതുവരെ അവർ ഒരു FIR വിടാത്ത സാഹചര്യത്തിൽ ഞാൻ നവംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ സമീപിച്ച് ഒരുപാട് വിചാരണ കഴിഞ്ഞ് അവസാനം കഴിഞ്ഞ മാസം 16-ാം തീയതി PV കുഞ്ഞികൃഷ്ണൻ ജഡ്ജി ഒരു ഓർഡർ ഇടുന്നു.
ഇത് FIR എടുക്കണം, FIR എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ 4 ദിവസം എടുക്കാതെ ഇരുന്ന് അവസാനം 28/6/2025 വെല്ലട പോലീസ് അത് കേസ് രജിസ്റ്റർ ചെയ്തു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഗവൺമെന്റിനെ സ്വാധീനിച്ചും പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും ഈ അന്വേഷണം അട്ടിമറിക്കുമോ എന്നൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും കാലതാമസം വരുത്തുകയോ ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ ഞാൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും. 1. 2, ഈ കുട്ടിയുടെ അഡ്മിഷൻ റദ്ദാക്കാൻ വേണ്ടി ഞാൻ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയിൽ ഞാൻ പരാതി കൊടുത്തിട്ട് 1.5 വർഷമായി. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഈ മാസം 18-ന് വീണ്ടും കൂടെ സിറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതോടനുബന്ധിച്ച് ഈ അഡ്മിഷൻ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. സ്വന്തം അമ്മയെ മാറ്റി വേറൊരു സ്ത്രീ അമ്മയാക്കി മാറ്റി ഇതൊരു അഡ്മിഷൻ നടക്കുന്നത് കാരക്കോണം മെഡിക്കൽ കോളേജിൽ വർഷങ്ങളായി നടന്നു വരുന്ന സംഭവമാണ്. അത് ഇപ്പോഴാണ് വിവരാശം വഴി എല്ലാ പേപ്പറും കിട്ടിയപ്പോൾ അത് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞെന്നുള്ള സന്തോഷം എനിക്കുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ VT മോഹനൻ പ്രതികരിച്ചതിന്. പ്രശാന്തിലേക്ക് പോകുകയാണ്. പ്രശാന്ത്, ഇപ്പോൾ എന്തായാലും നിലവിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോളേജ് പ്രിൻസിപ്പൽ, CSI മെഡിക്കൽ കോളേജ് ഡയറക്ടർ, വില്ലേജ് ഓഫീസർ, തഹസിൽദാർ എന്നിവർക്കെതിരെയും കൂടി കേസ് എടുത്തിട്ടുണ്ട് എന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. ഈ കോളേജ് അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ തനൂജ അവരെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ വില്ലേജ് ഓഫീസറും തഹസിൽദാരും ഒക്കെ ഇതിൽ പ്രതികളാകാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? കാരണം അവർക്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമാകേണ്ടതല്ലേ തനൂജയുടെ യഥാർത്ഥ മാതാപിതാക്കളുടെ പേരല്ല ഇത് എന്നുള്ളത്? രോഹിണി, തീർച്ചയായും. കാരണം ബന്ധുത്വ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ആ പ്രദേശത്തെ ഈ വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തെപ്പറ്റി അല്ലെങ്കിൽ ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കണം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടക്കുകയും ചെയ്യും, പ്രത്യേകിച്ച് NRIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. അപ്പോൾ ഈ വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള അനാസ്ഥയുണ്ടായി. മാത്രമല്ല കൈക്കൂലി വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ വില്ലേജ് ഓഫീസർ ബന്ധുത്വ സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ച പരാതിക്കാരൻ VT മോഹനൻ പറയുകയുണ്ടായി, അതായത് അദ്ദേഹം ഈ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ആ വില്ലേജ് ഓഫീസിൽ, തൈക്കാട് വില്ലേജ് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ഒരു അപേക്ഷ പോലും നൽകിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു അപേക്ഷ പോലും നൽകാതെയാണ് വില്ലേജ് ഓഫീസർ ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ഈ തനൂജയ്ക്ക് നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് തഹസിൽദാർ അംഗീകാരം നൽകുകയും ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഈ തഹസീലിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്, വില്ലേജ് ഓഫീസറുടെ ഭാഗത്തും ഉണ്ടായിട്ട്. പ്രാഥമികമായ അന്വേഷണങ്ങൾ നടത്തി നൽകേണ്ട സ്ഥാനത്ത് പണം കൈക്കൂലിയായി വാങ്ങിച്ചുകൊണ്ടാണ് ഈ ബന്ധുത്വ സർട്ടിഫിക്കറ്റ് നൽകിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ തനൂജയുടെ ഭാഗത്ത് നടക്കം ഗുരുതരമായിട്ടുള്ള പിഴവും ഗുരുതരമായിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള നിലയിലേക്ക് മാറുകയും ചെയ്തു. കാരണം ഇതിൻ്റെ ഒരു വലിയ ശൃംഖലകൾ ഇതിന് പിന്നിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ബന്ധുത്വ സർട്ടിഫിക്കറ്റുകൾ മാറ്റി നൽകി അഡ്മിഷൻ തരപ്പെടുത്തി കൊടുക്കുന്ന രീതിയിലേക്കുള്ള അതിലേക്ക് നീങ്ങുന്ന വലിയ ശൃംഖലകൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടി. കാരണം ഈ തനൂജ മാറ്റിയ സിനി എന്ന് പറയുന്ന അവരുടെ സഹോദരി 12 വർഷക്കാലമായിട്ട് കാനഡയിൽ സ്ഥിരതാമസമാക്കിയ സ്ത്രീയാണ്. അവരുടെ ഒരു അവരുടെ ഒരു ബലത്തിലാണ്, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടാണ് ഈ NRI അക്കൗണ്ടിൽ ഇത്തരത്തിൽ NRI കോട്ടയിൽ തന്നെ അഡ്മിഷൻ തരപ്പെടുത്തി കൊടുക്കുന്ന നിലയിലേക്ക് എത്തിയത്. അതായത് ഇത്തരം രീതിയിൽ നിരവധി നമ്മുടെ ഈ CSI മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും നേരത്തെയും ഇത്തരം സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന് പിറക്കൊരു ശൃംഖലയുണ്ട്. അതുകൊണ്ടാണ് ഇത് പിടിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം. അതാണ് അതിന്റെ ഗൗരവതരമായ വസ്തുത. പ്രശാന്ത്, അപ്പോൾ നേരത്തെയും ഇത്തരം കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും അന്വേഷണത്തിൽ നിന്ന് മാത്രമേ വ്യക്തമാകുകയുള്ളൂ. തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജിലെ വ്യാജ അഡ്മിഷൻ തട്ടിപ്പ് കേസിലാണ് നിലവിൽ ഇപ്പോൾ വെള്ളറട പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.